السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم فقهنا في الدين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما، وأصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. ബഹുമാന്യരായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഓരോരുത്തരുടെയും മേൽ നിർബന്ധമാക്കിയ 5 നേരത്തെ നിസ്കാരങ്ങൾ, ആ നിസ്കാരങ്ങളിൽ അതിൻ്റെ മുമ്പും അതിനകത്തും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നിസ്കാരത്തിൻ്റെ ഷർത്തുകളും റുക്നുകളും അതുപോലെയുള്ള ചില കാര്യങ്ങളും. അത്തരം ഓരോ മുസ്ലിമും ഒരിക്കലും ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചായിരുന്നു 8ഓളം ക്ലാസ്സുകളിൽ പരിശുദ്ധ റമദാനിന് മുന്നേ നമ്മൾ പഠനം നടത്തിയിരുന്നത്. അൽഹംദുലില്ലാഹ് 8 ക്ലാസ്സുകളിലായി നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ നമ്മൾ പൂർത്തീകരിച്ചിരുന്നു. റമദാനിന് ശേഷമുള്ള ആദ്യത്തെ ദർസ് എന്ന നിലക്ക് മുമ്പ് നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരു ഓർമ്മ പുതുക്കൽ എന്ന നിലക്ക് പറഞ്ഞു പോവുകയാണ്. കേവലം കേട്ടുപോവുക എന്നതിലുപരി നമ്മൾ പഠിച്ചു വെക്കണം. കാരണം നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതെല്ലാം ദിനേനെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണല്ലോ. ഈ കിതാബിൻ്റെ തുടക്കത്തിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ ഷുറൂത്തു സ്വലാത്തി വ അർക്കാനുഹ വ വാജിബാത്തുഹ എന്ന ഈ കൊച്ചു കൃതിയിൽ അദ്ദേഹം തുടങ്ങുന്നത് തന്നെ ഷുറൂത്തു സ്വലാത്തി തിസ്അത്തുൻ, നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ, നിസ്കാരത്തിൻ്റെ നിബന്ധനകൾ 9 എണ്ണമാകുന്നു. ഏതൊക്കെയാണ് 9 എണ്ണം? 1 അൽ ഇസ്ലാം, മുസ്ലിം ആയിരിക്കുക എന്നതാണ്. 2 അൽ അഖ്ലു, ബുദ്ധി ഉണ്ടായിരിക്കണം. 3 അത്തമീസു, വകതിരിവുണ്ടായിരിക്കണം. 4 റഫ്ഉൽ ഹദസ്, അശുദ്ധിയിൽ നിന്നും ശുദ്ധിയായിരിക്കണം. 5 ഇസാലത്തുൻ നജാസ, നജസ് നീക്കം ചെയ്തിരിക്കണം. 6 ശത്രുൽ ഔറ, ഔറത്ത് മറക്കണം. 7 ദുഖൂലുൽ വഖ്ത്, സമയം ആവണം. 8 ഇസ്തിഖ്ബാലുൽ ഖിബ്ല, ഖിബ്ലക്ക് മുന്നിടണം. 9 അന്നിയത്തു, നിയ്യത്ത്. ഇതാണ് 9 കാര്യങ്ങൾ. അതിനിടയിൽ ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം റഫ്ഉൽ ഹദസ് അഥവാ വുളൂഉമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അവിടെ സൂചിപ്പിച്ചിരുന്നു. വുളൂഇൻ്റെ ഷർത്തുകളും വുളൂഇലെ നിർബന്ധ കാര്യങ്ങളും വുളൂ മുറിഞ്ഞു പോകുന്ന കാര്യങ്ങളും ഷെയ്ഖ് പറഞ്ഞു. വശുറൂതുഹു 10, വുളൂഇൻ്റെ ഷർത്തുകൾ 10 എണ്ണമാകുന്നു. അൽ ഇസ്ലാമു വൽ അഖ്ലു വത്തമീസു, അൽ ഇസ്ലാം എന്നാൽ മുസ്ലിം ആയിരിക്കുക, വൽ അഖ്ലു ബുദ്ധി ഉണ്ടായിരിക്കുക, വത്തമീസു വകതിരിവുണ്ടായിരിക്കുക. 4-മത്തേത് വന്നിയ്യതു, നിയ്യത്ത് വേണം. 5 വസ്തിസ്ഹാബു ഹുക്മിഹ ബിഅല്ലാ യൻവിയ ഖത്അഹ ഹത്താ തതിമ്മ തഹാറതുഹു, നിയ്യത്ത് ചെയ്യുന്നതോടൊപ്പം വുളൂ അവസാനിക്കുന്നതുവരെ വുളൂഇൻ്റെ നിയ്യത്ത് കൂടെ ഉണ്ടായിരിക്കണം. 6-മത്തേത് വൻഖിതാഉ മൂജിബിൻ, വുളൂ നിർബന്ധമാക്കുന്ന എന്തെങ്കിലും അഥവാ അശുദ്ധി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ അത് പരിപൂർണമായി മുറിയണം, അത് അവസാനിക്കണം. 7-മത്തേത് വസ്തിൻജാഉൻ ഔ ഇസ്തിജ്മാറുൻ ഖബ്ലഹു, വുളൂഇന് മുന്നേ ഒന്നല്ലെങ്കിൽ വെള്ളം കൊണ്ട് അതല്ലെങ്കിൽ കല്ലുകൾ കൊണ്ട് ശുചീകരണം നടത്തുക. 8 വതുഹൂരിയതു മാഇൻ വ ഇബാഹതുഹു, വെള്ളം ശുദ്ധിയുള്ളതായിരിക്കണം, അത് ഹലാലായിരിക്കണം. 9-മത്തേത് വ ഇസാലതു മാ യംനഉ വുസൂലഹു ഇലൽ ബശറതി, വുളൂഇൻ്റെ വെള്ളം പ്രവേശിക്കാതെ തടഞ്ഞു നിർത്തുന്ന വല്ലതും തൊലികളിൽ വുളൂഇൻ്റെ അവയവങ്ങളിൽ ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യണം.
പത്താമത്തേത് വദുഖൂലുൽ വഖ്തി അലാ മൻ ഹദസുഹു ദായിമുൻ ലിഫർദിഹി, സ്ഥിരമായി അശുദ്ധി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഫർദ് നിസ്കാരത്തിന് വേണ്ടി ആ സമയത്ത് വുളൂ ചെയ്യണം, സമയമാവണം അയാൾക്ക്. അതിന് മുന്നേ വുളൂ ചെയ്താൽ അയാളുടെ വുളൂ ശരിയാവുകയില്ല. വുളൂവിൻ്റെ ഫർളുകൾ 6 കാര്യങ്ങളാണ്. വുളൂവിൻ്റെ ഫർളുകൾ അതിലൊന്ന് ഗസ്ലുൽ വജ്ഹ്, മുഖം കഴുകണം. ആ മുഖം കഴുകലിൽപ്പെട്ടതാണ് അൽ മദ്മദതു വൽ ഇസ്തിൻഷാഖു, വായിൽ വെള്ളം കൊപ്പിളിക്കലും മൂക്കിൽ കയറ്റി ചീറ്റലും. മുഖത്തിൻ്റെ നീളവും പരിധിയുമെല്ലാം നമ്മൾ വിശദീകരിച്ചതാണ്. രണ്ടാമത്തേത് ഗസ്ലുൽ യദൈനി ഇലൽ മിർഫഖൈൻ, 2 കൈകളും മുട്ട് ഉൾപ്പെടെ കഴുകുക. മൂന്നാമത്തേത് മസ്ഹു ജമീഇർ റഅസി, തല മുഴുവനും തടവുക. വമിൻഹു അൽ ഉദുനാൻ, ആ തലയിൽപ്പെട്ടതാണ് 2 ചെവികളും. 4 ഗസ്ലുർ റിജ്ലൈനി ഇലൽ കഅബൈൻ, 2 കാലുകളും നെരിയാണി ഉൾപ്പെടെ കഴുകുക. 5 അത്തർത്തീബ്, ഇതെല്ലാം തർത്തീബോടുകൂടി വഴിക്കുവഴിയായി ഒന്നിനു പുറമെ ഒന്നായി ചെയ്യണം. 6 അൽ മുവാലാത്ത്, തുടരെ തുടരെ വേഗത്തിൽ ചെയ്തു പൂർത്തീകരിക്കുകയും വേണം. വുളൂവിൻ്റെ നിർബന്ധ കാര്യങ്ങളിൽ പ്രധാനമായി ഷെയ്ഖ് ഇവിടെ സൂചിപ്പിച്ചത് ബിസ്മില്ലാഹ് എന്ന് പറയലാണ്. ഇതെല്ലാം നമ്മൾ വിശദീകരിച്ചതാണ്, ഒരു ഓർമ്മ പുതുക്കൽ എന്ന നിലക്ക് പറഞ്ഞു പോകുന്നു എന്ന് മാത്രം. ഇനി വുളൂ മുറിച്ചു കളയുന്ന ചില കാര്യങ്ങളുണ്ട്, അത് 8 എണ്ണമാകുന്നു. 1 അൽ ഖാരിജു മിനസ് സബീലൈൻ, രണ്ടാലൊരു വഴിയിലൂടെ അഥവാ മുൻദ്വാരത്തിലൂടെയോ പിൻദ്വാരത്തിലൂടെയോ വല്ലതും പുറത്തേക്ക് പോവുക. 2 അൽ ഖാരിജുൽ ഫാഹിഷുൻ നജിസു മിനൽ ജസദ്, ശരീരത്തിൽ നിന്നും ധാരാളമായി നജിസ് എന്തെങ്കിലും പുറത്തേക്ക് പോവുക. 3 ജവാലുൽ അഖൽ, ബുദ്ധി നീങ്ങിപ്പോവുക. 4 മസ്സുൽ മർഅതി ബിശഹ്വ, സ്ത്രീയെ ലൈംഗിക ആഗ്രഹത്തോടെ വികാരത്തോടു കൂടി സ്പർശിക്കുക. 5 മസ്സുൽ ഫർജ് ബിൽ യദ് ഖുബുലൻ കാന ഔ ദുബുറ, ഗുഹ്യാവയവം സ്പർശിക്കുക, മുൻദ്വാരമാവട്ടെ പിൻദ്വാരമാവട്ടെ. 6 വാക്ലു ലഹ്മിൽ ജസൂർ, ഒട്ടകത്തിൻ്റെ മാംസം ഭക്ഷിക്കൽ. 7 തഗ്സീലുൽ മയ്യിത്ത്, മയ്യിത്തിനെ കുളിപ്പിക്കൽ. 8 അർരിദത്തു അനിൽ ഇസ്ലാം, ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് പോവൽ. ഇത്രയും കാര്യങ്ങളാണ് സഹോദരങ്ങളെ കഴിഞ്ഞ 8ഓളം ദർസുകളിൽ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മൾ മനസ്സിലാക്കിയത്. ഈ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഓർമ്മയിലുണ്ടാവണം എന്നത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. അതിനുശേഷം ഷെയ്ഖ് റഹിമഹുല്ല അദ്ദേഹം നിസ്കാരത്തിൻ്റെ റുക്നുകളിലേക്ക് കടക്കുകയാണ്. കിതാബിൻ്റെ പേര് നമ്മൾ കേട്ടു, ശുറൂത്തു സ്വലാത്തി വ അർക്കാനുഹ വ വാജിബാത്തുഹ എന്നാണ്. നിസ്കാരത്തിൻ്റെ ഷർത്തുകളും റുക്നുകളും നിർബന്ധ കാര്യങ്ങളും. ഷർത്തുകൾ പൂർത്തീകരിച്ചു, ഇനി റുക്നുകളാണ്. നിസ്കാരത്തിന് എത്ര റുക്നുകളാണുള്ളത്? ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പണ്ടേ നമ്മൾ മദ്രസകളിൽ പഠിച്ചതാണ്. നിസ്കാരത്തിൻ്റെ റുക്നുകൾ 14 എണ്ണമാകുന്നു. 14 റുക്നുകളാണ് ഉള്ളത്. നമ്മൾ ഈ ദർസിൻ്റെ തുടക്കത്തിൽ എന്താണ് ഷർത്തുകൾ, എന്താണ് റുക്നുകൾ എന്നെല്ലാം പറഞ്ഞതാണ്. ഷർത്തുകൾ എന്നത് ഒരു ഇബാദത്തിൻ്റെ, ഒരു കാര്യത്തിൻ്റെ പുറത്താണ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ കാര്യങ്ങൾ യോജിച്ചാലാണ് ഈ കാര്യം, ഈ ഇബാദത്ത് ഉണ്ടാവുകയുള്ളൂ. നിസ്കാരത്തിൻ്റെ നേരത്തെ വായിച്ച 9 ഷർത്തുകളും എടുത്തു നോക്കിയാൽ അതെല്ലാം നിസ്കാരത്തിന് പുറത്താണ്. എന്നാൽ റുക്നുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നിസ്കാരത്തിൻ്റെ അകത്താണ് ഉണ്ടാവുക. അത് ഏത് ഇബാദത്തും അങ്ങനെ തന്നെയാണ്. ആ ഇബാദത്തിൻ്റെ റുക്നുകൾ എന്ന് പറഞ്ഞാൽ ആ ഇബാദത്തിനകത്താണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ റുക്നുകൾ, ഇനി പറയാൻ പോകുന്ന 14 കാര്യങ്ങളും നിസ്കാരത്തിൻ്റെ അകത്തുള്ള കാര്യങ്ങളാണ്. റുക്നിൻ്റെ പ്രത്യേകത എന്താണ്? റുക്നുകൾ അതിലേതെങ്കിലും ഒന്ന് മനഃപൂർവമോ മറന്നുകൊണ്ടോ ഒഴിവായി പോയാൽ ആ കാര്യം ബാത്തിലായി പോകും. മനസ്സിലായോ? നിസ്കാരത്തിൽ നമ്മൾ പറഞ്ഞു, മുമ്പേ സൂചിപ്പിച്ചതാണ്, നിസ്കാരമെന്നാൽ അതിനകത്ത് വാക്കുകളുണ്ട്, പ്രവൃത്തികളുണ്ട്. റുക്നുകളാവട്ടെ, നിർബന്ധ കാര്യങ്ങളാവട്ടെ, മുസ്തഹബായ സുന്നത്തായ കാര്യങ്ങളാവട്ടെ, അതിലെല്ലാം ഈ പറഞ്ഞ വാക്കുകളും പ്രവൃത്തികളും ഉണ്ടാകും.
ചില കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതായിരിക്കും, ഈ റുക്കുനുകളിലുള്ളതുപോലെ പ്രവർത്തിക്കാനുള്ളതാണ് അതിൽ കൂടുതലായിട്ടും ഉള്ളത്. പറയാനുണ്ടാകും, ചൊല്ലാനുണ്ടാകും. അതാണ് നിസ്കാരത്തിൻ്റെ അകത്ത് ആകെ നമ്മൾ എടുത്തു നോക്കിയാൽ കാണാൻ സാധിക്കുക. 14 കാര്യങ്ങളാണ് നിസ്കാരത്തിൻ്റെ റുക്കിനുകളായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഏതൊക്കെയാണ് ആ 14 കാര്യങ്ങൾ? 1, അൽ ഖിയാമു മഅൽ ഖുദ്റതി, കഴിവുള്ളവർ നിന്നുകൊണ്ട് നിസ്കരിക്കണം. കഴിവുള്ള ആളുകൾ നിന്നുകൊണ്ട് തന്നെ നിസ്കരിക്കണം. ഇൻഷാ അല്ലാഹ് അത് വിശദീകരിക്കും ഓരോന്നും. 2, തക്ബീറത്തുൽ ഇഹ്റാം. രണ്ടാമത്തെ കാര്യം തക്ബീറത്തുൽ ഇഹ്റാം, ആദ്യത്തെ തക്ബീറത്തുൽ ഇഹ്റാം, അത് റുക്നാണ്. 3, ഖിറാഅത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യൽ. 4, റുകൂഅ് ചെയ്യൽ. 5, റഫ്ഉ മിൻഹു, റുകൂഇൽ നിന്നും എഴുന്നേൽക്കൽ. 6, വൽ ഇഅ്തിദാലു മിൻഹു, ഇഅ്തിദാൽ. 7, വസ്സുജൂദു അലൽ അഅളാഇ സബ്അതി, 7 അവയവങ്ങളിലായിക്കൊണ്ട് സുജൂദ് ചെയ്യൽ. സുജൂദ് ചെയ്യുമ്പോൾ 7 അവയവങ്ങളിലായിരിക്കണം. 8, അൽ ജൽസതു ബൈന സജ്ദതൈൻ, 2 സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തം. 9, വത്തുമഅനീനതു ഫീ ജമീഇൽ അർക്കാൻ, ഈ 14 റുക്കുനുകളും മുഴുവൻ റുക്കുനുകളിലും തുമഅനീനത്ത്, അടക്കം പാലിക്കൽ. 10, വത്തർതീബു, തർത്തീബോടുകൂടി ചെയ്യണം. ആദ്യം പറഞ്ഞത് ആദ്യം, പിന്നീട് അങ്ങനെ നിസ്കാരത്തിൽ പഠിപ്പിക്കപ്പെട്ടത് തർത്തീബോടുകൂടി തന്നെ ചെയ്യണം. 11, വത്തശഹുദുൽ അഖീറു, അവസാനത്തെ തശഹുദ്. 12, വൽ ജുലൂസു ലഹു, ആ തശഹുദിനു വേണ്ടി ഇരിക്കൽ. 13, വസ്സലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലുള്ള സ്വലാത്ത്. 14, വത്തസ്ലീമതാനി, നിസ്കാരത്തിൽ നിന്ന് വിരമിക്കാനുള്ള 2 സലാം. ഈ 14 കാര്യങ്ങളാണ് നിസ്കാരത്തിൻ്റെ റുക്നുകൾ. ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം 14 റുക്നുകളും ഇനി വിശദീകരിച്ചതായി നമുക്ക് കാണാം. ഓരോന്നും ചുരുങ്ങിയ രൂപത്തിൽ ദലീലുകളോടുകൂടി. ഷെയ്ഖിൻ്റെ പ്രത്യേകതയാണ്, തെളിവുകളുണ്ടാവും ഏത് കാര്യം പറയുമ്പോഴും. അർ-റുക്നുൽ അവ്വൽ, ഒന്നാമത്തെ റുക്ൻ. എന്താണ് ഒന്നാമത്തെ റുക്ൻ? എന്താണ്? അൽ ഖിയാമു മഅൽ ഖുദ്റതി, കഴിവുള്ളവർ നിന്നുകൊണ്ട് നിസ്കരിക്കണം. കഴിവുള്ളവർ നിൽക്കൽ, അതാണ് ഒന്നാമത്തെ റുക്ൻ. നമ്മൾ ഓരോ റുക്കിനും ആവർത്തിച്ച് പറയുമ്പോൾ അത് ഹിഫ്ളാക്കണം. ഹിഫ്ളാക്കിയാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് വലിയ ഉപകാരം ഉണ്ടാവും. കാരണം നിസ്കാരത്തിൽ ഈ പറഞ്ഞതിൽ പലതും മറന്നുപോകും. പിന്നീട് അത് എന്തു ചെയ്യണം? നിസ്കാരം കഴിഞ്ഞ് കുറേ കഴിഞ്ഞാലാണ് ചിലപ്പോൾ വിളിച്ചു ചോദിച്ച് ഉത്തരം കിട്ടുമ്പോഴേക്ക് അത് മടക്കി നിസ്കരിക്കേണ്ട സമയം ആയിട്ടുണ്ടാവും. അങ്ങനെയുള്ള അവസ്ഥകൾ പൊതുവെ ആളുകൾക്കുണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ സഹോദരങ്ങളെ നമ്മൾ സൂക്ഷ്മതയോടുകൂടി പഠിക്കണം. അപ്പോൾ ഒന്നാമത്തെ റുക്ൻ, അർ-റുക്നുൽ അവ്വലു അൽ ഖിയാമു മഅൽ ഖുദ്റതി, കഴിവുള്ളവർ നിൽക്കൽ. വദ്ദലീലു ഖൗലുഹു തആല, അതിനുള്ള തെളിവ് അല്ലാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിലെ ആയത്താണ്. വഖൂമു ലില്ലാഹി ഖാനിതീൻ, അദ്ദേഹം ഒരു ആയത്തിൻ്റെ ഒരു ഭാഗമാണ് എടുത്തു കൊടുത്തിട്ടുള്ളത്. വഖൂമു, നിങ്ങൾ നിൽക്കുക, ലില്ലാഹി, അള്ളാഹുവിനു വേണ്ടി, ഖാനിതീൻ, ഖുനൂത്തോടുകൂടി, അടക്കത്തോടെ, സംസാരിക്കാതെ, നിസ്കാരത്തിൽ മറ്റ് ജോലികളിലൊന്നും ഏർപ്പെടാതെ, അങ്ങനെ ഭയഭക്തിയോടുകൂടി നിന്നുകൊണ്ട് റബ്ബിനു വേണ്ടി നിസ്കാരം നിർവഹിക്കുക. ആ ഖൂമു എന്ന വാക്കാണ് തെളിവായി ഉദ്ധരിച്ചിട്ടുള്ളത്. ഷെയ്ഖ് റഹിമഹുല്ലാ ഇവിടെ എടുത്തു കൊടുത്ത ഈ ആയത്ത് സൂറത്തുൽ ബഖറയിലെ 238-ാമത്തെ ആയത്താണ്. ഈ ആയത്തിൻ്റെ പരിപൂർണമായ ലഫ്ളുകൾ ഹാഫിളു അലസ്സലവാതി വസ്സലാത്തിൽ വുസ്താ, നിങ്ങൾ നിസ്കാരങ്ങൾ മുറ പോലെ നിർവഹിക്കുക. വസ്സലാത്തിൽ വുസ്താ, സലാത്തുൽ വുസ്ത എന്ന് പറഞ്ഞാൽ പ്രബലമായ അഭിപ്രായം അസ്ർ നിസ്കാരം. അസ്ർ നിസ്കാരം പ്രത്യേകമായി നിങ്ങൾ നിർവഹിക്കുക, അഥവാ
ഒഴിഞ്ഞു പോവാതെ നിസ്കാരങ്ങൾ മുഴുവനും കൃത്യമായി മുറ പോലെ നിസ്കരിക്കണം. അസ്റിനെ പ്രത്യേകം പറഞ്ഞു. എന്നിട്ടാണ് അള്ളാഹു പറയുന്നത് എന്ത്? വഖൂമു ലില്ലാഹി ഖാനിതീൻ. ആ നിസ്കാരത്തിൽ ഉണ്ടായിരിക്കേണ്ട മര്യാദയാണ് അവിടെ പറഞ്ഞത്. അതിൽ ഖിയാം പറഞ്ഞു, അതുപോലെ ഖുനൂത്തും പറഞ്ഞു. ഖിയാം എന്ന് പറഞ്ഞാൽ നിൽക്കൽ, ഖുനൂത്ത് എന്ന് പറഞ്ഞാൽ അടക്കം പാലിച്ചുകൊണ്ട് നിസ്കാരത്തിൻ്റെ ഭക്തിയും ഖുശൂഉം എല്ലാം കാത്തു സൂക്ഷിച്ചുകൊണ്ട് അങ്ങനെ നിസ്കാരം നിർവഹിക്കലാണ്. സഹോദരങ്ങളെ, ഈ പറഞ്ഞ കാര്യം ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ലാത്തതാണ്. എങ്ങനെ? മഅൽ ഖുദ്റ. ഒരാൾക്ക് ഖുദ്റത്തുണ്ട്, നിൽക്കാൻ കഴിയും എങ്കിൽ അയാൾ നിന്നുകൊണ്ടല്ലാതെ നിസ്കരിക്കാൻ പാടില്ല. ഒരാൾക്ക് നിന്ന് നിസ്കരിക്കാൻ നിൽക്കാൻ പ്രയാസമുണ്ട് എന്ന് വിചാരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വല്ലി ഖായിമൻ, നീ നിന്നുകൊണ്ട് നിസ്കരിക്കുക. ഫഇൻ ലം തസ്തതി' ഫഖാഇദൻ, നിൽക്കാൻ ഒരു നിലക്കും സാധിക്കുന്നില്ല എങ്കിൽ ഫഖാഇദൻ, ഇരുന്നുകൊണ്ട് നിസ്കരിക്കുക. ഫഇൻ ലം തസ്തതി' ഫഅലാ ജംബിൻ, ഒരാൾക്ക് ഇരുന്നിട്ടും സാധിക്കുന്നില്ല എങ്കിൽ അയാൾ കിടന്നുകൊണ്ട് അയാളുടെ പാർശ്വങ്ങളിലായിക്കൊണ്ട് നിസ്കരിച്ചു കൊള്ളുക. ഈ ഹദീസിന് ഒരുപാട് വിശദീകരണങ്ങളുണ്ട്. അഥവാ എങ്ങനെ സാധിക്കുന്നുവോ അങ്ങനെ ഒരാൾ നിസ്കരിക്കണം. ഒരിക്കലും നിസ്കാരം ഉപേക്ഷിക്കാൻ ഒരാൾക്ക് ഒഴികഴിവില്ല എന്നതിന് ഈ ഹദീസ് തെളിവാണ്. അതുപോലെ തന്നെ ആദ്യത്തെ പരിഗണന എന്താണ്? നിന്നുകൊണ്ട് നിസ്കരിക്കുക എന്നതാണ്. അപ്പോൾ ഖുർആനിലെ ആയത്തും ഈ ഹദീസും തെളിവാണ്. ഷെയ്ഖ് റഹിമഹുല്ല കിതാബിൽ ഖുർആനിലെ ആയത്താണ് തെളിവായി കൊടുത്തിട്ടുള്ളത്. സഹോദരങ്ങളെ, നിന്ന് നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മൾ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. പല സഹോദരങ്ങളും രോഗം കൊണ്ട്, പ്രയാസം കൊണ്ട്, ബുദ്ധിമുട്ടുകൾ കൊണ്ട് നിൽക്കാതെ ഇരിക്കാറുണ്ട്. ഒരാൾക്ക് എങ്ങനെയെങ്കിലും നിൽക്കാൻ സാധിക്കുമെങ്കിൽ അയാൾ നിൽക്കണം എന്നതാണ് ശരിയായ കാര്യം. ഒരാൾക്ക് വടികുത്തി നിൽക്കാൻ സാധിക്കും, രോഗമുണ്ട്, പ്രയാസമുണ്ട്. പക്ഷേ ഒരു വടിയുടെ മേൽ അതല്ലെങ്കിൽ എന്തിൻ്റെയെങ്കിലും മേൽ ഒരാൾക്ക് ഊന്നിക്കൊണ്ടെങ്കിലും നിൽക്കാൻ സാധിക്കുമെങ്കിൽ അയാൾ നിൽക്കണം. നമ്മൾ പലപ്പോഴും കാണാറുണ്ട്, ചിലപ്പോൾ ഗൗരവമില്ലായിട്ടായിരിക്കാം, അറിയാഞ്ഞിട്ടായിരിക്കാം, നടന്നു വരും എന്നിട്ട് ഇരുന്ന് നിസ്കരിക്കും, നടന്നു വരും എന്നിട്ട് ഇരുന്ന് നിസ്കരിക്കും. നടക്കാനുള്ള ഖുദ്റത്ത് ഒരാൾക്കുണ്ടെങ്കിൽ അയാൾക്ക് നിൽക്കാം, യാതൊരു പ്രയാസവും ഉണ്ടാവാൻ സാധ്യതയില്ല. ഇനി ചില ആളുകൾക്ക് നിൽക്കുമ്പോൾ തലകറങ്ങും, അങ്ങനെ വല്ല പ്രശ്നങ്ങളും ഉണ്ട് എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ നിൽക്കണം. പ്രയാസം വരുമ്പോൾ ഇരിക്കാം, വീണ്ടും നിൽക്കണം. എങ്ങനെ പോയാലും നിൽക്കാൻ സാധിക്കുമെങ്കിൽ നിൽക്കണം എന്നതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ഇനി ഒരാൾക്ക് ഒരു നിലക്കും നിൽക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ഫത്തഖുല്ലാഹ മസ്തതഅതും, സാധിക്കുന്ന രൂപത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നതാണ്. അയാൾക്ക് ഇരിക്കാം. വലില്ലാഹിൽ ഹംദ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇളവ് നൽകിയിട്ടുണ്ട്. പക്ഷേ ആ ഇളവ് നമ്മൾ ദുരുപയോഗം ചെയ്യരുത് എന്നതാണ് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ആരോഗ്യവും കാര്യങ്ങളും അള്ളാഹു അറിയുന്നവനാണ്. അതുകൊണ്ട് തന്നെ ആളുകളെ നമുക്ക് എന്തെങ്കിലും പറഞ്ഞ് ബോധിപ്പിക്കാം. പക്ഷേ റബ്ബിൻ്റെ മുന്നിൽ നമ്മുടെ ആരോഗ്യം നമുക്കുണ്ടെങ്കിൽ നമ്മൾ നിൽക്കണം എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് പ്രായമേറിയ ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വലിയ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. 5 നേരം മസ്ജിദിൽ വരുന്ന, പ്രയാസപ്പെട്ടിട്ട് വരുന്ന അങ്ങനെയുള്ള പല മുതിർന്ന ആളുകളുമുണ്ട്. വലിയ ഖൈറിൻ്റെ അടയാളമാണ്, വലിയ നന്മയുടെ അടയാളമാണ്. നാളെ നമുക്കും പ്രായമേറിയാൽ എന്താണ് നമ്മുടെ അവസ്ഥ എന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നത് നസീഹത്തിൻ്റെ ഗുണകാംക്ഷയുടെ രൂപത്തിലാണ് പറയുന്നത് എന്നുകൂടി മനസ്സിലാക്കുക. നിന്ന് നിസ്കരിക്കാൻ സാധിക്കുമെങ്കിൽ നിന്നിട്ട് തന്നെ നിസ്കരിക്കണം. എങ്ങനെയെങ്കിലും നിൽക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ നിൽക്കണം. അതല്ല എങ്കിൽ ഇരിക്കാം എന്ന് നമ്മൾ മനസ്സിലാക്കുക. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് കസേരകൾ വ്യാപകമായി ഉള്ളത് കൊണ്ട് തന്നെ വളരെ എളുപ്പമാണ് നേരെ വന്ന് ഇരിക്കാനും നിസ്കരിക്കാനും ഒക്കെ. ഫർദിൻ്റെ കാര്യത്തിൽ ഈ പറഞ്ഞ വിഷയത്തിൽ ഒരു ഇളവും ഇല്ല എന്നത് നമ്മൾ മനസ്സിലാക്കുക. എങ്ങനെ? ഖുദ്റത്ത് ഉണ്ടെങ്കിൽ, കഴിവ് ഉണ്ടെങ്കിൽ. ഇനി സുന്നത്ത് നിസ്കാരമാണെങ്കിലോ ഒരാൾക്ക് ഇരുന്നു കൊണ്ട് നിസ്കരിക്കാം, പ്രശ്നമില്ല. സുന്നത്ത് നിസ്കാരത്തിന് കഴിവുള്ള ആളുകൾക്കും ഇരുന്നു കൊണ്ട് നിസ്കരിക്കാം, വിരോധമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ
വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഫറഅ നാസൻ യുസല്ലൂന ഖുഊദൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില ആളുകളെ കാണുകയാണ്, അവർ ഇരുന്നു കൊണ്ട് നിസ്കരിക്കുകയായിരുന്നു. ഫഖാല, അവിടുന്ന് പറഞ്ഞു, സ്വലാത്തുൽ ഖാഇദി അല നിസ്ഫി മിൻ സ്വലാത്തിൽ ഖായിം, നിന്ന് നിസ്കരിക്കുന്ന ആളുകളെക്കാൾ പകുതി പ്രതിഫലമേ ഇരുന്ന് നിസ്കരിക്കുന്ന ആളുകൾക്ക് ലഭിക്കുകയുള്ളൂ. അത് സുന്നത്തായ നിസ്കാരത്തിന്റെ കാര്യത്തിലാണ് പറഞ്ഞത്. സ്വാഭാവികമായി അവിടെ ഒരു ചോദ്യം ഉണ്ടാവും. സുഖമില്ലാത്ത രോഗികളായ, നേരത്തെ പറഞ്ഞതുപോലെ പ്രയാസമുള്ള പ്രായം ചെന്ന ആളുകൾ, ഒരു നിലക്കും നിൽക്കാൻ കഴിയാത്ത ആളുകൾ, അവർ ഇരുന്ന് നിസ്കരിച്ചാൽ പകുതി കൂലി മാത്രമാണോ കിട്ടുക? അതല്ല മുഴുവൻ പ്രതിഫലവും ഇൻഷാ അല്ലാഹ് കിട്ടുമോ? അൽഹംദുലില്ലാഹ്, ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഫത്വയിൽ നമുക്ക് കാണാം, ഈ വിഷയം ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശർഈയായ ഉദ്ർ കൊണ്ട് ഒരാൾ ഇരുന്ന് നിസ്കരിക്കുകയാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം സ്വലാത്തുഹു കാമിലത്തുൻ, അയാളുടെ നിസ്കാരം പരിപൂർണമായ നിസ്കാരമാണ്, അയാൾക്ക് പരിപൂർണമായ പ്രതിഫലം തന്നെ ലഭിക്കും. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ് അതിനുള്ള തെളിവ്. എന്താണത്? ഇദാ മരിദൽ അബ്ദു ഔ സാഫറ, ഒരു അടിമ രോഗിയായി അതല്ലെങ്കിൽ യാത്രയിലായി പോയി, കുതിബ ലഹു മിസ്ലു മാ കാന യഅമലു മുഖീമൻ സഹീഹൻ, ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആരോഗ്യാവസ്ഥയിൽ ഉള്ളപ്പോൾ അതുപോലെ നാട്ടിലുള്ളപ്പോൾ ചെയ്തിരുന്ന അതേ ഇബാദത്തിന്റെ അതേ പ്രതിഫലം തന്നെ അദ്ദേഹത്തിന് രേഖപ്പെടുത്തപ്പെടും. മനസ്സിലായോ? ഒരാൾ രോഗം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തിൽ എന്തെങ്കിലും ഇതുപോലെ കുറവ് സംഭവിച്ചു, അതല്ലെങ്കിൽ യാത്രയിലായി, അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചാൽ സാധാരണ ചെയ്യുന്ന ഇബാദത്തിന്റെ സാധാരണ പോലെ പരിപൂർണമായ പ്രതിഫലം തന്നെ അദ്ദേഹത്തിന് ലഭിക്കും എന്നതാണ്. അൽഹംദുലില്ലാഹ്. എന്തു വേണം? നാട്ടിലുള്ളപ്പോഴും ആരോഗ്യമുള്ളപ്പോഴും കൃത്യമായി ചെയ്യുന്നവരായിരിക്കണം. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഒന്നാമത്തെ റുക്ൻ അൽ ഖിയാമു മഅൽ ഖുദ്റ, കഴിവുള്ളവർ നിന്ന് തന്നെ നിസ്കരിക്കുക എന്നതാണ്. അർ റുക്ൻ അസ്സാനി, രണ്ടാമത്തെ റുക്ൻ എന്താണ്? തക്ബീറത്തുൽ ഇഹ്റാം. തക്ബീറത്തുൽ ഇഹ്റാം അഥവാ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്ന ആദ്യത്തെ തക്ബീർ. വദ്ദലീലുൽ ഹദീസു, അതിനുള്ള തെളിവ് ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിന്റെ ഭാഗമാണ് ഷെയ്ഖ് എടുത്തു കൊടുത്തിട്ടുള്ളത്. തഹ്രീമുഹ അത്തക്ബീറു, നിസ്കാരത്തിലേക്ക് പ്രവേശിക്കൽ തക്ബീർ കൊണ്ടാണ്, അഥവാ തക്ബീറിലൂടെയാണ് നിസ്കാരത്തിൽ ഒരാൾ പ്രവേശിക്കുക. വതഹ്ലീലുഹ അത്തസ്ലീം, നിസ്കാരത്തിൽ നിന്ന് തഹല്ലുലാവുക അഥവാ വിരമിക്കുക തസ്ലീമിലൂടെയുമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞുകൊണ്ടാണ് നിസ്കാരത്തിൽ നിന്നും വിരമിക്കാറുള്ളത്. ഇതാണ് രണ്ടാമത്തെ റുക്ൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസ് നമ്മൾ മനഃപ്പാടമാക്കുക. ചെറിയ ചെറിയ ഇതുപോലെയുള്ള തെളിവുകൾ മനഃപ്പാടമാക്കാൻ വളരെ എളുപ്പമാണ്. ഇവിടെ ഹദീസിൽ വന്നല്ലോ തഹ്രീമുഹ അത്തക്ബീർ, തക്ബീറാണ് നിസ്കാരത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന കാര്യം. അഥവാ സഹോദരങ്ങളെ, എന്താണ് തക്ബീർ? അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കലാണ്. അത് അല്ലാഹു അക്ബർ എന്ന് തന്നെ പറയണം, ഈ ലഫ്ള് തന്നെ പറയണം എന്നുകൂടി പണ്ഡിതന്മാർ പ്രത്യേകം ചർച്ച ചെയ്തതായി രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാം. കാരണം ഇബാദാത്തുകളിൽ, ആരാധനാ കർമ്മങ്ങളിൽ വന്നിട്ടുള്ള വാക്കുകൾ, ഇതുപോലെയുള്ള കാര്യങ്ങൾ തൗഖീഫിയത്താണ്, അതിൽ മാറ്റം വരുത്താൻ നമുക്ക് പാടുള്ളതല്ല. അല്ലാഹു അക്ബറിനേക്കാൾ മെച്ചപ്പെട്ട വേറെ വല്ല വാക്കും ഉപയോഗിക്കാനൊന്നും പാടില്ല, ഭാഷ മാറ്റാനോ അങ്ങനെയൊന്നും പാടില്ല. മറിച്ച് അല്ലാഹു അക്ബർ എന്ന ലഫ്ള് തന്നെ തക്ബീറത്തുൽ ഇഹ്റാമിൽ ഉണ്ടായിരിക്കണം. തക്ബീറത്തുൽ ഇഹ്റാമിൽ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം കൈകൾ ഉയർത്തുക എന്നതാണ്. അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ, തക്ബീറത്തുൽ ഇഹ്റാം ചെയ്യുമ്പോൾ കൈകൾ ഉയർത്തണം. കൈകൾ ഉയർത്തേണ്ടത് നമുക്കെല്ലാവർക്കും അറിയാം, ഖിബ്ലക്ക് നേരെ ആയിരിക്കണം നമ്മുടെ കൈപ്പത്തിയുടെ ഉൾഭാഗം. ഇങ്ങനെ ആവാൻ പാടില്ല, അതല്ലെങ്കിൽ ഏതെങ്കിലും കോലത്തിൽ ആവരുത് എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വിരലുകൾ അടുപ്പിച്ചു വെച്ച് ഒന്നല്ലെങ്കിൽ ചുമല് വരെ അതല്ലെങ്കിൽ ചെവി വരെ ഉയർത്തിക്കൊണ്ടാണ് തക്ബീറത്തുൽ ഇഹ്റാം ചെയ്യേണ്ടത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രീതി അത് നമ്മൾ കൃത്യമായി പാലിക്കാൻ ശ്രമിക്കുക. അത് നിസ്കാരത്തിൻ്റെ പൂർത്തീകരണത്തിൽ പെട്ടതാണ്. നമ്മൾ തിരക്ക് പിടിച്ചിട്ട് ചിലപ്പോൾ പകുതി മാത്രമേ പൊന്തുള്ളൂ, ചിലപ്പോൾ കൈ തന്നെ മുഴുവനായിട്ടും നിവർന്നു വരികയില്ല, കിബിലക്ക് നേരെ ആവുകയില്ല. അങ്ങനെ പല രൂപത്തിലും ആയി പോവാറുണ്ട്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് തക്ബീറത്തുൽ ഇഹ്റാം ചെയ്യുക. അവിടെ കൈ ഉയർത്തുമ്പോൾ ചുമല് വരെ അതല്ലെങ്കിൽ ചെവി വരെ. ചില ആളുകൾ ചെവിയുടെ കുറ്റി സ്പർശിക്കാറുണ്ട്, ചെവി കുറ്റി ഇങ്ങനെ തൊടാറുണ്ട്. അതിൻ്റെ ആവശ്യമില്ല, അതിൻ്റെ ആവശ്യം ഇല്ല. അവിടെ വരെ ഉയർത്തുക എന്നതാണ്, അത് തൊടേണ്ടതില്ല. അതിലേക്ക് അടുപ്പിച്ചുകൊണ്ട് അങ്ങനെ ഒരു തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ ആവശ്യം ഇല്ല എന്നത് നമ്മൾ മനസ്സിലാക്കുക. ഇതാണ് തക്ബീറത്തുൽ ഇഹ്റാമുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രാഥമിക കാര്യം. അർറുക്നു സാനി, രണ്ടാമത്തെ റുക്ൻ തക്ബീറത്തുൽ ഇഹ്റാം. ഹദീസാണ് തെളിവ്. തഹ്രീമുഹ അത്തക്ബീറു വതഹ്ലീലുഹ അത്തസ്ലീം. ഷെയ്ഖ് പറയുന്നു വബഅദഹ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് തക്ബീറത്തുൽ ഇഹ്റാം ചെയ്തു കഴിഞ്ഞാൽ അതിനുശേഷം എന്തു വേണം? അൽ ഇസ്തിഫ്താഹ്. അൽ ഇസ്തിഫ്താഹ് എന്ന് പറഞ്ഞാൽ പ്രാരംഭ പ്രാർത്ഥന. പ്രാരംഭ പ്രാർത്ഥന. വഹുവ സുന്നത്തുൻ, അത് സുന്നത്താകുന്നു. അപ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടി എന്നിട്ട് ഇസ്തിഫ്താഹിന്റെ പ്രാർത്ഥന ചൊല്ലണം. ഖൗലു, ഇവിടെ ശൈഖ് ചെറിയ ഒരു പ്രാർത്ഥന എടുത്തു കൊടുത്തിട്ടുണ്ട്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക വതബാരക ഇസ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക. നമുക്കറിയാം ഇതല്ലാത്ത വേറെയും പ്രാരംഭ പ്രാർത്ഥനകളുണ്ട്. അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായായ എന്ന് തുടങ്ങുന്ന പ്രാരംഭ പ്രാർത്ഥനയുണ്ട്. അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും പണ്ടുപണ്ടേ അറിയാവുന്ന വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർദ് എന്ന് തുടങ്ങുന്ന പ്രാരംഭ പ്രാർത്ഥനയുമുണ്ട്. അതുപോലെ അല്ലാഹു അക്ബർ കബീറ എന്ന് 3 തവണ, വൽഹംദുലില്ലാഹി കസീറ എന്ന് 3 തവണ, വസുബ്ഹാനല്ലാഹി ബുക്റതൻ വ അസീല എന്ന് 3 തവണ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാരംഭ പ്രാർത്ഥന നടത്തിയതായി നമുക്ക് കാണാം. അതുപോലെ രാത്രി നിസ്കാരത്തിൽ പ്രത്യേകം അവിടുന്ന് ചെയ്തിരുന്ന പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനയിൽപ്പെട്ടതാണ് അല്ലാഹുമ്മ റബ്ബ ജബ്രാഈല വമീകാഈല വൈസ്റാഫീല എന്ന് തുടങ്ങുന്ന ഒരൽപ്പം സുദീർഘമായ പ്രാർത്ഥന. ഇതെല്ലാം പ്രാരംഭ പ്രാർത്ഥനയിൽ പെട്ടതാകുന്നു. ഇതിലേതും നമുക്ക് ചൊല്ലാവുന്നതാണ്. എല്ലാം കൂടി ഒരുമിച്ച് ചൊല്ലേണ്ടതില്ല. മറിച്ച് ഒരു സന്ദർഭത്തിൽ ഒന്ന് ചൊല്ലിയാലും മതിയാവുന്നതാണ്. പണ്ഡിതന്മാർ പറഞ്ഞതായി നമുക്ക് കാണാം, വ്യത്യസ്ത നിസ്കാരങ്ങളിൽ വ്യത്യസ്തങ്ങളായ ഇതുപോലെയുള്ള ദിക്റുകൾ കൊണ്ടുവന്നാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ നിസ്കാരം ഒരു യാന്ത്രികമാവുകയില്ല. എന്ന് പറഞ്ഞാൽ സ്വിച്ചിട്ടതുപോലെ സാധാരണ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടിയാൽ പിന്നെ വായിൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് വരും? വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർദ്. അത് കഴിഞ്ഞ് അടുത്ത് അങ്ങനെ പോയി അവസാനം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു മെഷീൻ കറങ്ങുന്നത് പോലെ കറങ്ങും പൊതുവെ. ഇങ്ങനെ നമ്മൾ ചിന്തിച്ചുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള പ്രാർത്ഥന തെരഞ്ഞെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഒന്ന്, ആ പ്രാർത്ഥനയെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ പറ്റും. ആ പ്രാർത്ഥനകളെല്ലാം സഹോദരങ്ങളെ നമ്മൾ എടുത്തു നോക്കിയാൽ വലിയ അർത്ഥങ്ങളുള്ള ആശയങ്ങളുള്ള പ്രാർത്ഥനകളാണ്. അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായായ, എന്താണ് ആ വാക്കുകളുടെ അർത്ഥം? അല്ലാഹുവേ ബാഇദ് ബൈനി വബൈന ഖതായായ, എനിക്കും എൻ്റെ തിന്മകൾക്കുമിടയിൽ നീ വിദൂരമുണ്ടാക്കണേ, തെറ്റുകളിൽ നിന്ന് അകറ്റണേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. എത്ര ദൂരാണ്? ചെറിയ ദൂരമൊന്നുമല്ല. ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്, കിഴക്കും പടിഞ്ഞാറും, കിഴക്ക് പടിഞ്ഞാറുകൾക്ക് ഇടയിലുള്ള അത്രയും ദൈർഘ്യമുണ്ടാക്കണേ എന്ന് പറഞ്ഞാൽ ഒരു നിലക്കും അടുപ്പിക്കരുതേ റബ്ബേ എന്നാണ് ആ പ്രാർത്ഥനയിൽ തുടങ്ങുന്നത് തന്നെ. എന്നിട്ട് തിന്മകളിൽ നിന്ന് ശുദ്ധീകരിക്കാൻ അള്ളാഹുവിനോട് പറയുകയാണ്. അതുപോലെ തന്നെയാണ് വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ. അതിന്റെ അർത്ഥം വലിയ ആശയമുള്ള അർത്ഥമാണ്. നമ്മൾ പണ്ടും പണ്ടേ പഠിച്ചതുകൊണ്ട് എങ്ങനെ നോക്കിയാലും ഏത് ഉറക്കത്തിന് വിളിച്ചാലും അത് നമ്മൾ ചൊല്ലും. എന്നാൽ അതിൽ പറയുന്ന അർത്ഥം എന്നത് സഹോദരങ്ങളെ വലിയ കാര്യമാണ്, ദീനിന്റെ അടിസ്ഥാനത്തിൽ പെട്ടതാണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ രാത്രി നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന പ്രാർത്ഥന, വിശദീകരിക്കേണ്ട പ്രാർത്ഥനകളാണ്. ജനങ്ങൾ അഭിപ്രായ ഭിന്നതയിലാവുമ്പോൾ അല്ലാഹുവേ ഇഹ്ദിനി ലിമഖ്തുലിഫ ഫീഹി മിനൽ ഹഖി ബിഇദ്നിക്, അല്ലാഹുവേ നിന്റെ അനുമതി പ്രകാരം ആളുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങളിൽ ഹക്കിൽ നീ എന്നെ വഴി നടത്തണേ, ചേർക്കണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥനയുടെ അവസാനം അങ്ങനെയാണ്. വലിയ ആശയ സമ്പുഷ്ടമായ പ്രാർത്ഥനകളാണ്. പ്രാരംഭ പ്രാർത്ഥനകൾ എന്ന് പറഞ്ഞാൽ അത് കേവലം സുന്നത്തല്ലേ എന്ന് വിചാരിച്ച് നിസാരമാക്കാനുള്ളതല്ല, മറിച്ച് അതിൽ വലിയ ആശയങ്ങളുണ്ട്. അതോടൊപ്പം നമ്മുടെ നിസ്കാരത്തിൽ ശ്രദ്ധയും ചിന്തയും ഒക്കെ ഉണ്ടാകും. നമ്മുടെ പ്രാർത്ഥനയിൽ ആത്മാർത്ഥത വരാനും ഹൃദയ സാന്നിധ്യം ഉണ്ടാകാനും ഒക്കെ അതിന് കാരണമായി തീരും എന്നുകൂടി സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അത് പ്രാവർത്തികമാക്കാൻ അത് നമുക്ക് സാധിക്കും. ഒന്ന് തന്നെ മരിക്കുന്നത് വരെ 1-ാം ക്ലാസ്സിൽ 2-ാം ക്ലാസ്സിൽ മദ്രസയിൽ പഠിച്ച് പിന്നെ 65 കൊല്ലം ജീവിച്ചാലും മരണം വരെ വജ്ജഹത്തു വജ്ഹിയൽ ഇല്ലതിയാണെങ്കിൽ നിസ്കാരവും ശരിയാവും, കൂലി കിട്ടും, ഒരു പ്രയാസമില്ല, അൽഹംദുലില്ലാ. എന്നാൽ വ്യത്യസ്തങ്ങളായ സുന്നത്തുകൾ നഷ്ടപ്പെടും. ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് മറ്റുള്ള സുന്നത്തുകളും പഠിക്കാനും അത് പ്രാവർത്തികമാക്കാനും ഒക്കെ സാധിക്കും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ മഹത്തായ പ്രാർത്ഥന സുബ്ഹാനക അല്ലാഹുമ്മ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന ഇനി അറിയാത്തവരുണ്ടെങ്കിൽ പഠിക്കണം. സുബ്ഹാനക അല്ലാഹുമ്മ, അല്ലാഹുവേ നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു, നീ എത്ര പരിശുദ്ധനാണ്. വബിഹംദിക, അതോടൊപ്പം നിന്നെ സ്തുതിക്കുകയും ചെയ്യുന്നു. വതബാറകസ്മുക, നിന്റെ നാമങ്ങൾ അനുഗ്രഹപൂർണമായിരിക്കുന്നു, നിന്റെ നാമങ്ങൾ കൊണ്ടാണ് അനുഗ്രഹങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നത്. വതആല ജദ്ദുക, അല്ലാഹുവേ നിന്റെ മഹത്വം അത്യുന്നതമായിരിക്കുന്നു. വലാ ഇലാഹ ഗൈറുക, അല്ലാഹുവേ നീയല്ലാതെ മറ്റൊരു ഇലാഹും ഇല്ല തന്നെ. എത്ര മനോഹരമായ ഒരു പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയിൽ അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഷെയ്ഖ് റഹിമഹുല്ല ഓരോന്നും ചെറിയ അടിക്കുറിപ്പോടുകൂടി വിശദീകരിക്കുന്നുണ്ട്. സുബ്ഹാനക അല്ലാഹുമ്മ, അല്ലാഹുവേ നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. ഒറ്റ വാക്കിൽ പൊതുവെ ഇങ്ങനെ അർത്ഥം പറയാറുണ്ട്, അല്ലാഹുവേ നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. ഐ, എന്താണ് അതിൻ്റെ അർത്ഥം, എന്താണ് അതിൻ്റെ ആശയം? ഉനസ്സിഹുക, ഉനസ്സിഹുക തൻസീഹൽ ലായിഖ ബിജലാലിക യാ അല്ലാഹ്. ഉനസ്സിഹുക എന്ന് പറഞ്ഞാൽ അല്ലാഹുവേ ഞാൻ നിന്നെ പരിശുദ്ധപ്പെടുത്തുന്നു, ഞാൻ നിന്നെ പരിശുദ്ധപ്പെടുത്തുന്നു. അത്തൻസീഹൽ ലായിഖ ബിജലാലിക യാ അല്ലാഹ്, നിനക്ക് യോജിച്ച, നിന്റെ മഹത്വത്തിന് യോജിച്ച രൂപത്തിലുള്ള പരിശുദ്ധപ്പെടുത്തൽ, ഞാൻ നിന്നെ പരിശുദ്ധപ്പെടുത്തുന്നു. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പരിശുദ്ധപ്പെടുത്തുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പിഴച്ച കക്ഷികൾ റബ്ബിന്റെ പല നാമഗുണവിശേഷണങ്ങൾ നിഷേധിച്ചതും അതിൽ കൈകടത്തിയതും. അങ്ങനെയല്ല റബ്ബെ ഞാൻ നിന്നെ പരിശുദ്ധപ്പെടുത്തുന്നത്, അവരുടെ പിഴച്ച പരിശുദ്ധപ്പെടുത്തലല്ല, മറിച്ച് നിനക്ക് യോജിച്ച രൂപത്തിൽ നീ പഠിപ്പിച്ചതുപോലെ, നിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ എന്താണോ നിന്നെക്കുറിച്ച് പരിശുദ്ധപ്പെടുത്തേണ്ടത് അങ്ങനെ തന്നെ അല്ലാഹുവേ ഞാൻ നിന്നെ പരിശുദ്ധപ്പെടുത്തുന്നു. അപ്പം അങ്ങനെ തന്നെ പരിശുദ്ധപ്പെടുത്തണം. പ്രത്യേകിച്ച് അശാരികളും അതുപോലെയുള്ള പിഴച്ച കക്ഷികളും അള്ളാഹുവിനെ കുറിച്ച് വിശ്വസിക്കേണ്ട പല കാര്യങ്ങളിലും അവർക്ക് പിഴവ് പറ്റിയിട്ടുണ്ട്. അതിനുള്ള ന്യായം എന്താണ്? അവർ പറയും ഞങ്ങൾ റബ്ബിനെ പരിശുദ്ധപ്പെടുത്തുന്നതാണ്, ഇന്ന സിഫത്ത് ഇന്ന വിശേഷണം പറഞ്ഞാൽ അത് റബ്ബിന് യോജിക്കുകയില്ല, അത് സൃഷ്ടികളെ പോലെ ആയി പോവുകയില്ലേ എന്ന കപടന്യായം അവർ ഉന്നയിക്കും. അങ്ങനെ ഒരു പരിശുദ്ധപ്പെടുത്തലല്ല, മറിച്ച് റബ്ബെ നിനക്ക് യോജിച്ച, നീ പഠിപ്പിച്ച പരിശുദ്ധപ്പെടുത്തലാണ്. അതാണ് സുബ്ഹാനക എന്ന് പറഞ്ഞാൽ. അഥവാ രണ്ട് കാര്യങ്ങളാണ് അതിൽ അടങ്ങിയിട്ടുള്ളത്. ഒന്ന്, അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെടുന്ന ന്യൂനതകൾ, കുറവുകൾ പലരും പലതും റബ്ബിനെ കുറിച്ച് പറഞ്ഞു പരത്തിയിട്ടുണ്ട്. യഹൂദികൾ, നസാറാക്കൾ, മുശ്രിക്കുകൾ അവർ അള്ളാഹുവിനെ കുറിച്ച് പലതും പറഞ്ഞു പരത്തിയിട്ടുണ്ട്. റബ്ബിന് സന്താനമുണ്ട് എന്ന് യഹൂദ നസാറാക്കൾ വാദിച്ചിട്ടുണ്ട്. അതുപോലെ മുശ്രിക്കുകൾ പല രൂപത്തിലുള്ള
കാര്യങ്ങളും അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം, അത്തരം ന്യൂനതകളിൽ നിന്ന്, കുറവുകളിൽ നിന്നെല്ലാം അള്ളാഹു മുക്തനാണ്, അവൻ പരിശുദ്ധനാണ് എന്നാണ് ഒന്നാമതായി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് സുബ്ഹാനക അല്ലാഹുമ്മ എന്ന് ഒരടിമ പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം ഈ പറഞ്ഞതാണ്. ഏതൊക്കെ ന്യൂനതകൾ, കുറവുകൾ അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെടുന്നുവോ അതിൽ നിന്നെല്ലാം അള്ളാഹു പരിശുദ്ധനാണ്. ഒരു ന്യൂനതയും കുറവും റബ്ബിന് യോജിച്ചതല്ല. രണ്ടാമത്തെ കാര്യം, റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ നാമങ്ങളിലും വിശേഷണങ്ങളിലും അധികാരത്തിലും ഉലൂഹിയത്തിലും എല്ലാറ്റിലും പരിപൂർണനാണ്. ഒരു പങ്കുകാരും അള്ളാഹുവിനില്ല. അള്ളാഹു പരിപൂർണതയുള്ളവനാണ്. അള്ളാഹുവിന് ഒരു പങ്കുകാരുടെ ആവശ്യമില്ല, ഒരു സഹായിയുടെ ആവശ്യമില്ല, ഒരു കൂട്ടാളിയുടെ ആവശ്യമില്ല, ഒരു ഇണയുടെ തുണയുടെ ആവശ്യം റബ്ബിനില്ല. ഇങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് ഏതൊക്കെ കുറവുകൾ, ന്യൂനതകൾ, ആക്ഷേപങ്ങൾ ആളുകൾ പറഞ്ഞു വരുത്തുന്നുണ്ടോ അതിൽ നിന്നെല്ലാം അള്ളാഹു പരിശുദ്ധനാണ് എന്നതാണ് സുബ്ഹാനക അല്ലാഹുമ്മ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വബിഹംദിക, വബിഹംദിക എന്ന് പറഞ്ഞാൽ അള്ളാഹുവെ നിന്നെ സ്തുതിക്കുന്നു, അള്ളാഹുവിനുള്ള സ്തുതി. ഐ സനാഅൻ അലൈക, അതായത് വബിഹംദിക എന്ന് പറയുമ്പോൾ, അള്ളാഹുവിനെ സ്തുതിക്കുക എന്ന് പറയുമ്പോൾ അതിനർത്ഥം അള്ളാഹുവിനെ സനാ ചെയ്യുക, പ്രശംസിക്കുക, പുകഴ്ത്തുക എന്നതാണ് അവിടെ അർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതോടൊപ്പം അള്ളാഹുവെ നിന്നെ സ്തുതിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് അള്ളാഹുവിനുള്ള പ്രശംസയാണ്, അത് പുകഴ്ത്തലാണ്. വതബാറക സ്മുക, അള്ളാഹുവെ നിന്റെ നാമം അനുഗ്രഹപൂർണമായിരിക്കുന്നു. ഐ അഥവാ അൽ ബറകതു തുനാലു ബിദിക്രിക, അള്ളാഹുവെ നിന്റെ നാമം, നിന്നെക്കുറിച്ച് ഓർക്കുന്നതിലൂടെയാണ് ബറക്കത്ത് ലഭിക്കുക. എന്താണ് ബറക്കത്ത് എന്ന് പറഞ്ഞാൽ? അനുഗ്രഹം എന്ന് പൊതുവെ നമ്മൾ അർത്ഥം പറയാറുണ്ട്. സിയാദത്തുൽ ഖൈരി വദവാമുഹു എന്ന് പണ്ഡിതന്മാർ അർത്ഥം പറഞ്ഞതായി കാണാം. അഥവാ നന്മകളിലുള്ള വർധനവ്, അത് എന്നെന്നും നിലനിൽക്കുക, നിത്യമാവുക, അതാണ് ബറക്കത്ത് ലഭിക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഏത് ബറക്കത്തും ലഭിക്കുന്നത് അള്ളാഹുവിനെ കൊണ്ടാണ്. റബ്ബാണ് ബറക്കത്ത് നൽകുന്നവൻ. അള്ളാഹുവിനെ കൊണ്ട്, അള്ളാഹുവിന്റെ നാമ ഗുണവിശേഷണങ്ങൾ കൊണ്ട് റബ്ബിനെ ഓർക്കുന്നതിലൂടെ മാത്രമേ ബറക്കത്ത് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, വൽ ബറകതു മിനല്ലാഹ്, ബറക്കത്ത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അപ്പൊ നോക്കൂ, അള്ളാഹു അല്ലാത്ത ആളുകളിൽ നിന്ന്, വ്യക്തികളിൽ നിന്ന്, ശക്തികളിൽ നിന്ന് ബറക്കത്ത് പ്രതീക്ഷിക്കുക എന്നത് എത്ര വിഡ്ഢിത്തമാണ് എന്നത് നമുക്ക് മനസ്സിലാക്കാം. വതആല ജദ്ദുക ഐ ഇർതഫഅ ഖദ്റുക വഅദുമ ശഅനുക, അല്ലാഹുവിന്റെ മഹത്വം അത് അത്യുന്നതമായിരിക്കുന്നു. അല്ലാഹു അത്യുന്നതനാണ്. അല്ലാഹുവിന്റെ മഹത്വം അതിനെ പുകഴ്ത്തുന്ന, അത് ഉന്നതമായിരിക്കുന്നു, അത്യുന്നതമായിരിക്കുന്നു എന്നതാണ് അതിലൂടെ നമ്മൾ പറയുന്നത്. വലാ ഇലാഹ ഗൈറുക ഐ അഥവാ ലാ മഅബൂദ ഫിൽ അർളി വലാ ഫിസ് സമാഇ ബിഹഖ്ഖിൻ സിവാക യാ അല്ലാഹ്. വലാ ഇലാഹ ഗൈറുക എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥമാണ്. ലാ മഅബൂദ, ഒരു ആരാധ്യനുമില്ല, ഫിൽ അർളി വലാ ഫിസ് സമാ, ആകാശങ്ങളിലാവട്ടെ ഭൂമിയിലാവട്ടെ, ബിഹഖ്ഖിൻ, ആരാധനക്ക് അർഹതയുള്ളവനായിക്കൊണ്ട്. ആരാധനക്ക് അർഹതയുള്ള ഒരാളും തന്നെയില്ല, ഒരാരാധ്യനുമില്ല. അത് വ്യക്തികളാവട്ടെ, ശക്തികളാവട്ടെ, എന്തുമാവട്ടെ. സിവാക യാ അല്ലാഹ്, നിനക്ക് പുറമെ അല്ലാഹുവേ. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥമാണത്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥമാണ് ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ് എന്നതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം എന്ന് മുൻഗാമികൾ പറഞ്ഞതായി കാണാം. അഥവാ ആകാശഭൂമികളിൽ ഒരുപാട് ആരാധ്യന്മാരുണ്ട്, പക്ഷേ അവരൊന്നും ആരാധനക്ക് അർഹതയുള്ളവരല്ല. അതുകൊണ്ട് തന്നെ ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ മറ്റുള്ള എല്ലാ ആരാധ്യ വസ്തുക്കളെയും ഒരടിമ നിഷേധിക്കുകയാണ്. ഒരാൾക്കും ആരാധനക്ക് അർഹതയില്ല. മറിച്ച് അല്ലാഹുവേ, നിനക്ക് പുറമെ ആരൊക്കെ ഉണ്ടോ, ഏതൊക്കെ ഇലാഹുകളുണ്ടോ, ഏതൊക്കെ ആരാധ്യന്മാരുണ്ടോ, അവർക്കൊന്നും
ആരാധനക്ക് അർഹതയില്ല, നിനക്ക് മാത്രമേ ആരാധനക്ക് അർഹതയുള്ളൂ. അള്ളാഹു സൂറത്തുൽ ഹജ്ജിൽ പറഞ്ഞില്ലേ, ദാലിക അതെന്തെന്നാൽ ബിഅന്നല്ലാഹ ഹുവൽ ഹഖ്, അള്ളാഹുവാണ് യഥാർത്ഥ ഇലാഹ്, അവരാണ് ഹക്കായിട്ടുള്ളവൻ. വഅന്നമാ യദ്ഊന മിൻ ദൂനിഹി, അള്ളാഹുവിന് പുറമെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അവർ ഇബാദത്ത് ചെയ്യുന്ന ആരൊക്കെ ഉണ്ടോ, ഹുവൽ ബാത്തിൽ, അതെല്ലാം വ്യർത്ഥമാണ്, ബാത്തിലാണ്, അവർക്കൊന്നും ആരാധനക്ക് അർഹതയില്ല. ഇപ്പൊ നോക്കൂ സഹോദരങ്ങളെ, എത്ര മനോഹരമായ ഒരു പ്രാർത്ഥനയാണിത്. എന്നാൽ ചെറിയ പ്രാർത്ഥനയുമാണ്, വളരെ ആശയസമ്പുഷ്ടമായ ഒരു പ്രാർത്ഥനയാണ് ഷെയ്ഖ് റഹിമഹുല്ലാ ഇവിടെ എടുത്തു കൊടുത്തിട്ടുള്ളത്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക വതബാറക ഇസ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക. അല്ലാഹുവേ, നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു, നിന്നെ സ്തുതിക്കുകയും ചെയ്യുന്നു. നിന്റെ നാമം അനുഗ്രഹപൂർണമായിരിക്കുന്നു. നിന്റെ നാമങ്ങൾ കൊണ്ടാണ്, നിന്നെ കൊണ്ടാണ് എല്ലാ ബറക്കത്തും അനുഗ്രഹവും ലഭിക്കുന്നത്. നിന്റെ മഹത്വം അത്യുന്നതമായിരിക്കുന്നു. നീയല്ലാതെ ആരാധനക്കർഹനായി മറ്റൊരാളും ഇല്ല തന്നെ. അതിനുശേഷം ഷെയ്ഖ് റഹിമഹുല്ലാ ഇസ്തിആദത്തും അഥവാ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം തുടങ്ങി ചില കാര്യങ്ങൾ കൂടി അവിടെ വിശദീകരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദർസിൽ അത് വിശദീകരിക്കാം. ഇന്ന് പറഞ്ഞതിൻ്റെ ചുരുക്കം സഹോദരങ്ങളെ, നിസ്കാരത്തിൻ്റെ റുക്നുകൾ എത്രയാണ്? 14 എണ്ണമാകുന്നു. 14 റുക്നുകളാണ് നിസ്കാരത്തിനുള്ളത്. 2 റുക്നുകളാണ് നമ്മൾ പഠിച്ചത്. ഒന്ന് അൽ ഖിയാമു മഅൽ ഖുദ്റ, കഴിവുള്ളവർ നിൽക്കൽ. 2 തക്ബീറത്തുൽ ഇഹ്റാം, തക്ബീറത്തുൽ ഇഹ്റാം. ഈ 2 കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട ചുരുങ്ങിയ ചില കാര്യങ്ങളുമാണ് നമ്മൾ മനസ്സിലാക്കിയത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നതും കേൾക്കുന്നതും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മെ സഹായിക്കുമാറാവട്ടെ. മരണം വരെ റബ്ബിന് ഇബാദത്തുകൾ ചെയ്യുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ശരിയായ രൂപത്തിൽ നാഫിആയ ഉപകാരപ്രദമായ വിജ്ഞാനം നേടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വല്ലാഹു തആല അഅല വ അഅലം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.